അക്കൗണ്ടൻസി ഓണപരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു അക്കൗണ്ടാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്തോന്നാണിത്? എടാ, ബിസിനസിന്റെ ലാഭനഷ്ടങ്ങളെ നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന അക്കൗണ്ടാ. നമുക്ക് ജസ്റ്റ് ഫോർമാറ്റും ഒരു ക്വസ്റ്റ്യനും നോക്കാം. വേഗം വാടാ. എടാ, നമ്മൾ സാധാരണ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിലെ എന്തൊക്കെയാ ഉണ്ടാവുക എന്നറിയോ? നെറ്റ് പ്രോഫിറ്റ് അല്ലേ, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ നേരെ തിരിച്ചാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ലാഭം. ബിസിനസ്സിന് എത്രയാണോ ലാഭമുള്ളത് അത് ഇവിടെ ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ ലാഭം നമുക്ക് വീതിക്കണം. ഇനി എന്താ വീതിക്കേണ്ടത്? എടാ, ഇനി എന്തെങ്കിലും ഉണ്ടോ വീതിക്കാൻ? എടാ, ബിസിനസ്സിന് ലാഭം കിട്ടിയത് മാത്രമല്ല പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. പിന്നെ എന്താ സാറേ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ബിസിനസ്സിന് ഒരു ഇൻകം ഉണ്ട്. അതെന്താ സാർ? പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന ഐറ്റം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ അതും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനമാണ് അല്ലേ. അപ്പൊ ആ ഐറ്റവും കൂടി, ബിസിനസിന്റെ പ്രോഫിറ്റ് മാത്രമല്ല, ആരും കൂടി ഉണ്ട് കൂട്ടിന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് ആ എമൗണ്ടും കൂടി കൂട്ടി വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് ഇതാ ഡെബിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ഏതൊക്കെയാ? നെറ്റ് പ്രോഫിറ്റ്, പി ആൻഡ് അക്കൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും, ഇത് രണ്ടുമാണ് കാണിക്കുന്നത് അല്ലേ. ഇത് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് ഇപ്പുറവശത്താണ്. എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്? എടാ, സാധാരണ ഈ പ്രോഫിറ്റിൽ നിന്നാണ് പാർട്ട്നേഴ്സിന് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തുടങ്ങിയവ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോ അതൊക്കെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേ അല്ലേ. അപ്പൊ എന്തൊക്കെ രീതി കൊടുക്കാം? നമുക്ക് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. ഇനി ഏതെങ്കിലും പാർട്ട്നേഴ്സിനൊക്കെ സാലറി കൊടുക്കാം. പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കാം? സാലറി കൊടുക്കാം. ഇനി അതുകൂടാതെ പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കാം. പാർട്ട്നേഴ്സിന് കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇനി സാർ, പാർട്ട്നേഴ്സിന്റെ ലോണ്, പാർട്ട്നേഴ്സ് ഫേമിന് എന്ന ലോണിന് പലിശ കൊടുക്കുന്നത് ഇവിടെ എഴുതണോ? അത് ഇവിടെ എഴുതണ്ട കേട്ടോ. അത് അപ്രോപ്രിയേഷൻ അല്ല, അത് പ്രോഫിറ്റിന്റെ വീതം വെപ്പല്ല. അത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അത് കൊടുത്തിട്ടുണ്ടാകും. അത് ചാർജ് ഐറ്റം ആണ്, അത് നിർബന്ധമായും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ ഐറ്റംസ് ഒക്കെയാണ് അപ്രോപ്രിയേഷൻ ഐറ്റംസ് അറിയപ്പെടുന്നത്. അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്നതാണ്. ഇത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ നിയമം. ഓക്കെ, ഇനിയോ സാറേ, ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ബാക്കി ഈ എമൗണ്ട് ഇല്ലേ, അത് പാർട്ട്നേഴ്സിന് ഇവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിന് ഇവിടെ വീതിച്ചു കൊടുക്കും. ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ഓരോ പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുക്കും. ഏത് റേഷ്യോയില്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കണം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? അനിലും ബഷീറും ചാണ്ടിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്യാപിറ്റൽ എത്രയാ? 50, 40, 30 ഒക്കെ അവർക്ക് ഇതൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഓർഡറിൽ നോക്കാം. നമുക്ക് ആദ്യം പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കിട്ടണം. കിട്ടണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എവിടെയാ പ്രോഫിറ്റ്? ഇതാ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 94,800. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് അഥവാ നെറ്റ് പ്രോഫിറ്റ് അങ്ങ് എഴുതി കൊടുക്കാം. നെറ്റ് പ്രോഫിറ്റ് എത്രയാ സാറേ? അത് 94,800 ആണ് സാറേ. ഇനി രണ്ടാമത് നമുക്ക് എന്താ കിട്ടേണ്ടത്? വീതിക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ അതും ഞാനിതാ ഇവിടെ തന്നെ എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ ഞാൻ അത് കണ്ടു, അതുകൊണ്ടാണ് എഴുതുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒന്നും എഴുതണ്ട ഇവിടെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ വേർ അനിൽ 500, ബഷീർ 400, ചാണ്ടി 300. ഓക്കെ സാർ. അപ്പൊ ഇതാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 3 പേരുള്ളത് കൊണ്ട് നമുക്ക് ഇതാ ഇവിടെ പേര് ഇന്നർ കോളത്തിൽ എഴുതാം. അനിൽ 500, ബഷീർ അല്ലേ, ബഷീർ 400, പിന്നെ ആരാളത്? ചാണ്ടി എത്രയാ സാറേ? 300 രൂപ. അപ്പൊ ഇത് മൊത്തം കൂട്ടിയിട്ട് നമുക്ക് ഔട്ടറിൽ എഴുതാം. 5, 4, 9, 3 1200 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കിട്ടിയ സാധനം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ഇപ്പുറത്ത് കാണിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? വായിക്കൂ സർ. അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ അനിലിന് ഒരു മന്ത്ലി സാലറി കൊടുക്കണം പോലും. എത്രയാ സാർ? 5000 രൂപ. അപ്പൊ അനിലിന് സാലറി കൊടുക്കണം. അപ്പൊ ഞാൻ ഇതാ എഴുതുന്നു, അനിൽ സാലറി എത്ര രൂപയാ? 5000 പെർ മന്ത് ആണ്. എടാ, ഒരു മന്തിൽ 5000. നമുക്ക് എപ്പോഴും കണക്ക് വേണ്ടത് ഒരു വർഷത്തേക്കാ. അപ്പോൾ 5000നെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ ആനുവലി എത്ര കൊടുത്തു എന്നറിയാൻ പറ്റുള്ളൂ. 12 × 5000 എത്രയാടാ? 60,000 ആണ്. 60,000 രൂപയാണ്. പിന്നെ എന്താ സാർ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. എത്രയാ? 5%. സർ, 5% എന്ന് പറഞ്ഞാൽ എന്തിന്റെ 5% എന്ന് മനസ്സിൽ ചോദിക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേരിൽ തന്നെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അപ്പൊ എങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? നിങ്ങൾ ആദ്യം
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. മനസ്സിലാക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇന്നർ കോളത്തിൽ എന്ത് ചെയ്യുക, എല്ലാ പാർട്ട്ണറിനെയും പേരെഴുതുക. അനിൽ, പിന്നാരാ ബഷീർ, പിന്നാരാ ചാണ്ടി. ഇനി ഇവർക്കൊക്കെ എത്ര കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ? അവരുടെ ക്യാപിറ്റൽ എത്രയാ നോക്കുക. ആ ക്യാപിറ്റലിന്റെ 5% ഇൻട്രസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അനിലിന്റെ ക്യാപിറ്റൽ എത്രയാ നോക്കൂ, 50,000 അപ്പൊ 50,000ന്റെ 5% ആരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? അനിലിൻ്റെത്. അത് എത്ര വരും സാറേ? 2,500 വരും. ഇനി ആരാ അടുത്തത്? ബഷീർ. ബഷീറിന്റെ ക്യാപിറ്റൽ എത്രയാ? ക്വസ്റ്റ്യൻ നോക്കടാ. ബഷീറിന്റെ ക്യാപിറ്റൽ 40,000 അപ്പൊ 40,000ന്റെ 5% ബഷീറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് എത്ര വരും സാറേ? 2,000. അടുത്ത് നോക്കടാ, ചാണ്ടി. ചാണ്ടിയുടെ എത്രയാ? ചാണ്ടിയുടെ 30,000 അപ്പൊ 30,000ന്റെ 5% എടുക്കടാ. 30,000ന്റെ 5% എത്രയാ സാർ? 1,500 രൂപ. അപ്പൊ 2,500 2,000 2,500 2,000 1,500 ഇങ്ങനെ വരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ 6,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വല്ല കമ്മീഷനോ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. ഡ്രോയിങ്സ് എത്രയാന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് എത്രയാന്ന് അറിയണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഈ ഡ്രോയിങ്സ് ഒന്നും ഇവിടെ എടുക്കണ്ട കേട്ടോ. അപ്പൊ കമ്മീഷനോ വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് അങ്ങ് ബാലൻസ് ചെയ്യുക. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ അക്കൗണ്ട് അങ്ങ് ബാലൻസ് ചെയ്യുക. 94,800 1,200 എത്രയാടാ? 96,000. ഇവിടെ 66 ഉള്ളൂ. അപ്പൊ 96,000 ആണ് കൂടുതൽ. അതുകൊണ്ട് ഞാനിത് 2 സ്ഥലത്തും താഴെയും 96,000 ഇവിടെയും 96,000 എന്ന് എഴുതുന്നു. ഇനി ബാലൻസ് എത്രയുണ്ട്? 96,000 66 അല്ലെ? 66 കുറച്ചാൽ ബാക്കി 30,000 ആണ് ബാലൻസ് ആയിട്ടുള്ളത്. എത്രയാണ് ബാലൻസ്? 30,000. അപ്പൊ ഇത്രയും വീതിക്കാനുണ്ടായിരുന്നു. നമ്മൾ പാർട്ട്നേഴ്സിന് 66,000 രൂപ വീതിച്ചു കൊടുത്തു. ബാക്കി 30,000 ഇനിയും ബിസിനസിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഇത് സാലറി ആയിട്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ടും നമ്മൾ എത്രയാണ് കൊടുത്തത്? 66,000. ഇനിയും ബാക്കി 30,000 വീതിക്കാൻ കിടക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അങ്ങ് വീതം വെച്ച് കൊടുത്താൽ മതി. പ്രശ്നം തീർന്നു. ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂടാ. അപ്പൊ ഇതാ സാറേ പ്രോഫിറ്റ് നമ്മളിതാ പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കുന്നു. പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് അല്ലേ? പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ്. ആർക്കൊക്കെ? അനിൽസിന് കൊടുക്കണം. അനിൽസ് ക്യാപിറ്റലിന് കുറച്ച് പൈസ പോകും. പിന്നെ ആരാ സാറേ? ബഷീറിനും കൊടുക്കണം. അവനും പാർട്ട്ണർ ആണല്ലോ, കൊടുത്തല്ലേ പറ്റൂ. പിന്നെ ആരാ സാറേ? ചാണ്ടിക്കും കൊടുക്കണം. ചാണ്ടീസ് ക്യാപിറ്റൽ എത്രയാ സാർ കൊടുക്കേണ്ടത്? ഈ 30,000നെ ക്വസ്റ്റ്യനിൽ തന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 3:2:1 എന്ന റേഷ്യോയിൽ വീതം വെക്കണം. മൊത്തം 30 ഉണ്ട്. റേഷ്യോ എത്രയാ? 3:2:1. അപ്പൊ ആദ്യത്തെ ആക്ക് എത്ര കിട്ടും നോക്കാം. 30,000 ഇൻറ്റു 3/6. അത് എത്രയാ സാർ? 15,000 രൂപ കിട്ടും. രണ്ടാമത്തെ ആക്ക് എത്ര കിട്ടും? 30,000 ഇൻറ്റു 2 അല്ലേ? അപ്പൊ 2/3 + 2 + 1 അഥവാ 2/6 എത്ര കിട്ടും സാറേ? അത് 10,000 ആണ് സാറേ. അടുത്തത് 30,000 ഇൻറ്റു 1/6 അത് 5,000 സാറേ. അപ്പൊ 15ഉം 10ഉം 5ഉം എത്രയാ സാർ? 15,000ഉം 10,000ഉം 5,000ഉം ഇങ്ങനാണ് സാറേ. അപ്പൊ ഇതാ മൊത്തം 30,000 റുപ്പീസ്. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ വീതിക്കുന്ന ഐറ്റംസ് അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ഇപ്പുറത്ത് കാണിക്കുന്നു. എളുപ്പമാടാ. ബാക്കിയുള്ള എമൗണ്ട്, അവസാനം വന്ന എമൗണ്ട് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു. സാർ ഇനി ക്വസ്റ്റ്യനിൽ ലോസ് ആണെങ്കിലോ? പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ എഴുതിയില്ലേ? ലോസ് ആണെങ്കിൽ ഇത് ഇവിടെയല്ല എഴുതേണ്ടത്, ഇപ്പുറ വശത്താണ് എഴുതേണ്ടത്. എന്നിട്ടോ ഇതൊന്നും കൊടുക്കരുത്. സാലറിയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ കമ്മീഷനോ ഒന്നും കൊടുക്കരുത്. കാരണം നഷ്ടമാണെങ്കിൽ ഇതൊന്നും അവർക്ക് നമ്മൾ കൊടുക്കില്ല. പാർട്ട്നേഴ്സിന് എന്തിനാണ് നഷ്ടം വരുമ്പോൾ സാലറി കൊടുക്കുന്നത്? എന്തിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? കൊടുക്കില്ല. അപ്പൊ ലാഭമാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ലോസ് ഇവിടെ എഴുതുക. എന്നിട്ട് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇപ്പുറത്ത് വീതിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുക. അത്രേ ഉള്ളൂ. ലോസ് ആണെങ്കിൽ സാധാരണ കൂടുതലും പ്രോഫിറ്റിലുള്ള ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കേടാ. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഫാസ്റ്റ് ട്രാക്കിൽ പഠിക്കാൻ നമ്മുടെ പുതിയ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എജുപോഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എക്സാം നടക്കുകയാണെങ്കിലും ആ ഏർലി ബേർഡ് ഓഫർ കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ താഴെ രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ കാണാം. ബൈ.